ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബദാം ഹൽവയാണ്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബദാം ഹൽവ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ബദാം ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബദാമാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്നൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി 3 കപ്പ് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ ഇളക്കി കളയാൻ പറ്റും. അപ്പോൾ കണ്ടില്ല, ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി എടുത്ത് കളയാൻ പറ്റും. ഈ എല്ലാ ബദാമിൻ്റെയും തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി എടുത്ത് കളയാൻ പറ്റും. ഇപ്പം ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബദാം ഹൽവ തയ്യാറാക്കാനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് പാൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ആദ്യം ഒരു 10-15 സെക്കൻഡ് ഒന്ന് അരയ്ക്കുക. അതിനുശേഷം നിർത്തിയിട്ട് ഇതിൻ്റെ അകത്തിലേക്ക് പാല് കുറച്ചുകൂടെ ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ബദാം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 15 സെക്കൻഡ് കൂടെ ഒന്നുകൂടെ ഒന്ന് അരയ്ക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് സ്മൂത്ത് ആയത് റവ പോലെ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ ബദാം ഹൽവയ്ക്ക് കുറച്ച് തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ബദാം ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ചൂട് പാലിലോ വെള്ളത്തിലോ ഒരല്പം കുങ്കുമപ്പൂ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ബാദാമിൻ്റെ പേസ്റ്റ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതെ നോക്കുക. കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിനകത്തിലേക്ക് മധുരത്തിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരമൊക്കെ വേണ്ടവർക്ക് ഇതിനകത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പഞ്ചസാര നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ലൂസായി, മെൽറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഇതുപോലെ വരും. അപ്പോൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ബദാം പേസ്റ്റിലേക്ക് നന്നായിട്ട് ആ നെയ്യൊക്കെ പിടിക്കണം. അതുവരെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിലേക്ക് കളറിന് വേണ്ടി കുറച്ച് കുങ്കുമപ്പൂ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാലിൽ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് പാലിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഒരു കുങ്കുമപ്പൂവിന് ഒരു ഫ്ലേവറുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല മഞ്ഞൾപ്പൊടി ചേർത്താൽ. ഇനി ഇതിനകത്തിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നെയ്യൊക്കെ അതിൻ്റെ അകത്തിലേക്ക് പിടിക്കണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് കട്ടിയാകുന്നതിന് മുമ്പേ വേണം നമ്മൾ ഈ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി കട്ടിയായിട്ട് മിക്സ് ചെയ്താൽ അത് എല്ലായിടും കറക്റ്റായിട്ട് ആ ഫ്ലേവറൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഒത്തിരി കട്ടിയാകുന്നതിന് മുമ്പേ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇതിട്ടേച്ച് വേറെ എങ്ങും പോവൊന്നും ചെയ്യരുത്. അപ്പോൾ അടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും നമ്മളിതൊന്ന് നന്നായിട്ട് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി വരാൻ. അപ്പോൾ ഓരോ പ്രാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആ ഒരു ബദാം പേസ്റ്റിലേക്ക് അത് പിടിക്കും തോറും പിന്നെ ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിലേക്ക് മൊത്തം 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു, പിന്നീട് ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഒഴിച്ചു കൊടുത്തത്. മൊത്തം അങ്ങനെ 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇപ്പോൾ ഇതിൻ്റെ അകത്തിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് ബദാം ഹൽവ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബദാം ഹൽവ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്.
അപ്പോൾ ഈ ഒരു ബദാം ഹൽവയിലേക്ക് എത്ര നെയ്യ് ചേർക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചറിനും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെയ്യൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്തിട്ട് ഈ ഒരു ബദാം ഹൽവ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചെറിയ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്